കോട്ടയത്തും ശക്തമായ മഴയായിരുന്നു. തലനാടും ഇടമറുകിലും ഉരുൾപൊട്ടി 7 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്ര നിരോധിച്ചു. പലയിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇന്നും ശക്തമായി പെയ്തു. മഴ പെയ്യുന്നതിനൊപ്പം കാറ്റും വീശിയതോടെ വലിയ നാശനഷ്ടമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. MC റോഡടക്കം പ്രധാന റോഡുകളിലെല്ലാം വെള്ളം കയറി. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ഉച്ചയോടെയാണ് തലനാടും ഇടമറുകിലും ഉരുൾപൊട്ടിയത്. തലനാട് ചോനമലയിലും ഇടമുറുക് ചൊക്കല്ലുമാണ് ഉരുൾപൊട്ടിയത്. പലയിടങ്ങളിലും മണ്ണിടിച്ചിലുമുണ്ടായി. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നതോടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ രാത്രികാല യാത്രകൾക്കും നിരോധനമുണ്ട്. പല ടൗണുകളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, മല്ലപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലും മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായി. വിവിധ മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. 15 കുടുംബങ്ങളിൽ നിന്നായി 45 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്കൽപ്പം ശമനമുണ്ടായെങ്കിലും അടുത്ത മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 24 കോട്ടയം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.